തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ജനവിധി എന്താണ് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മുന്നണികളും സ്ഥാനാർത്ഥികളും തന്നെ വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ UDF കാലങ്ങളായി അവർക്ക് വലിയ ശക്തിയുള്ള ജില്ലയാണ്. എന്നാൽ ഇത്തവണ LDFും വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ. ഇപ്പോൾ എന്നോടൊപ്പം CPMൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ ചേരുന്നുണ്ട്. എന്താണ് LDFിൻ്റെ പ്രതീക്ഷ എന്ന് അദ്ദേഹം തന്നെ പങ്കുവെക്കും. നേരത്തെ പറഞ്ഞതുപോലെ UDFിനെ സംബന്ധിച്ച ഒരു ശക്തി ദുർഗമാണ് മലപ്പുറം ജില്ല. LDFിൻ്റെ പ്രതീക്ഷ എന്താണ് ഇത്തവണ? മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ UDFിൻ്റെ ശക്തി ദുർഗമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ആ ശക്തി ദുർഗങ്ങളിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇടതുപക്ഷം വളരെ ശക്തമായിട്ട് തന്നെ നടത്തുകയുണ്ടായി. കേരളത്തിലാകെ കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വലതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ വരെ വലിയ രൂപത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾക്ക് വിരുദ്ധമായി മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മതസ്പർദ്ധ പോലും ഇല്ലാത്ത രൂപത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരള സംസ്ഥാനം. ആ നിലയ്ക്കെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം വലിയ രൂപത്തിൽ വളർന്നിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ സ്വാധീനവും ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി പ്രകടമാവുക വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 3 മുനിസിപ്പാലിറ്റികളായിരുന്നു. ആ മുനിസിപ്പാലിറ്റിയുടെ എണ്ണം ഇരട്ടിയോളം ഈ തവണയുള്ള റിസൾട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്തുകളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്കുണ്ടായിരുന്നത് 24ഓളം വരുന്ന പഞ്ചായത്തുകളാണ്. ആ 24ഓളം വരുന്ന പഞ്ചായത്തുകൾ ഈ തവണ അതിൽ ഇരട്ടിയിലേക്ക് വർദ്ധിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതുവരെ UDFിൻ്റെ കേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഇതുപോലും ശക്തമായ മത്സരങ്ങളിലാണ് ഈ പ്രാവശ്യം ഇടതുപക്ഷത്തിന് കാഴ്ചവെക്കാനായിട്ടുള്ളത്. അതിൻ്റെ ഒഴുക്ക് നല്ല രൂപത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമായ സൂചനയാണ്. അതിനോടൊപ്പം തന്നെ UDF പൊതുവിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മതനിരപേക്ഷ നയങ്ങളെ ബലികഴിച്ചുകൊണ്ട് മതരാഷ്ട്രവാദികളുമായി ഒത്തുതീർപ്പിലെത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുന്നണിയിലേക്കും ധാരണയിലേക്കും മുന്നോട്ട് വന്നിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ അവസരവാദപരമായിട്ടുള്ള കൂട്ടുകെട്ട്, ആത്മഹത്യാപരമായിട്ടുള്ള ആ നിലപാടിനെതിരായി നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള മതപണ്ഡിതന്മാരും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളും തന്നെ പരസ്യമായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയും കൂടി നമ്മൾ കണ്ടതാണ്. അതെല്ലാം തന്നെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാജ്യത്ത് അതിനുവേണ്ടി നടക്കുന്ന പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്ന രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയുള്ള തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറും. അതുകൊണ്ട് ജില്ലയിൽ ഇന്ന് വരെ ജില്ലയുടെ ചരിത്രത്തിലില്ലാത്ത രൂപത്തിലുള്ള ഒരു ഇടതുപക്ഷ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പോളിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ്. കഴിഞ്ഞ തവണ 78 ആയിരുന്നു, തവണ 77 സംതിങ് ആണ്. എങ്ങനെ ഇത് വിലയിരുത്തുന്നു? കുറഞ്ഞത് ആർക്ക് അനുകൂലമാകും? ചെറിയ കുറവാണ്, എന്നാൽ പോലും ഇത് ആർക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തുന്നത്? അതിൽ ഞങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോളിംഗ് ശതമാനം അല്ല ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കേണ്ടത്. കാരണം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വോട്ടർമാരുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നുള്ള പൊതുവിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തപ്പെടുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ വലിയ രൂപത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രാഥമികമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടുകളുടെയും ഫലങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ മനസ്സിലാവും. ഈ വാർഡ് വിഭജനം വന്നപ്പോൾ ജില്ലയിൽ മാത്രം ഏതാണ്ട് 277 വാർഡുകൾ ആകെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടിയിട്ടുണ്ട്. അത് ആ പുതുതായി ചേർന്ന വാർഡുകൾ അത് എന്തായിരിക്കും? അത് ഫലത്തെ സ്വാധീനിക്കും? അത് ആർക്ക് അനുകൂലമാക്കാനാണ് ചാൻസ്? അല്ല, അത് നിലവിലുള്ള ജനങ്ങളിൽ നിന്ന് തന്നെയാണല്ലോ ഈ വാർഡുകൾ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ തന്നെയാണ് ഇതിൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. സ്വാഭാവികമായും ഈ വികസന രാഷ്ട്രീയവും അതുപോലെ തന്നെ മതനിരപേക്ഷ രാഷ്ട്രീയവും
ഈ ജനങ്ങളിലാകെ പ്രതിഫലിക്കുന്നുണ്ട്. അത് വാർഡുകൾ എണ്ണം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചുള്ള മാറ്റങ്ങളല്ല. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വികസനത്തോട് ജനങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു മാറ്റമായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. മറ്റൊന്ന്, ഈ ഇപ്പോൾ നേരത്തെ കണക്കുകൾ പറഞ്ഞു, നഗരസഭകൾ 3 LDFിൻ്റെ കയ്യിൽ നിലവിലുള്ളത്, 12. ഗ്രാമപഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ 94-ൽ 24, ബ്ലോക്ക് പഞ്ചായത്തിൽ ഏതാണ്ട് 3 LDFിനുള്ളൂ. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നോക്കുമ്പോൾ 5 മാത്രമാണ് ആകെയുള്ള ഡിവിഷനുകളുള്ളത്. ഇത്തവണ അത് നേരത്തെ ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ഇരട്ടിയാക്കാൻ ചാൻസ് ഉണ്ട്. സ്വാഭാവികമായി ഈ റിസൾട്ടുകളെല്ലാം അനുകൂലമായിട്ട് മാറുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണവും ഇതുപോലെ തന്നെ വർദ്ധിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 5 ആയിരുന്നു. ഏതാണ്ട് അത്രത്തോളം സീറ്റുകൾ തന്നെ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഈ പ്രാവശ്യം ഉയർന്നു വന്നിട്ടുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ LDF CPM വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് CPM ജില്ലാ സെക്രട്ടറി VP അനിൽ പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഒമർ, മീഡിയ 1, മലപ്പുറം.